ആരാധന ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് അങ്ങേക്ക് ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് ഉറകിട്ട് പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒന്നിനും ഉപകരിക്കില്ല. എന്നാൽ എല്ലാവരും 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 അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. 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 സ്തോത്രം കർത്താവേ. അവിടുത്തെ അഗ്നി ജനസഞ്ചയത്തെ ഉറകൂട്ടട്ടെ ദൈവമേ. ഉറകെട്ടുപോയ ഉപ്പെല്ലാം ഉറകൂട്ടപ്പെടട്ടെ. കർത്താവിൻ്റെ അഭിഷേകം. സ്പിരിറ്റ് ഇൻ ജീസസ്, സ്പിരിറ്റ് ഇൻ ജീസസ്, സ്പിരിറ്റ് ഇൻ ജീസസ് അഗ്നിയായി നിന്റെ മേൽ ഇറങ്ങി ആവസിക്കട്ടെ. നിന്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങട്ടെ. സകല ആധിപത്യങ്ങളും നാരീ ശക്തികളും ചിതറിക്കപ്പെടട്ടെ. അന്ധകാലോകത്തെ അധിപന്മാരെല്ലാം കീഴടങ്ങട്ടെ. സകല അശുദ്ധാത്മാക്കൾ കീഴടങ്ങട്ടെ. സകല മുട്ടുകളും മടങ്ങട്ടെ. എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ. യേശുക്രിസ്തു കർത്താവാണ്. യേശുക്രിസ്തു ഏകസത്യ ദൈവമാണ്. അവിടുത്തെ ഏകരക്ഷകനാണ്. അവിടുത്തെ നാമം എല്ലാ നാമത്തിനും ഉപരിയ നാമമാണ്. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും ഉപരിയ നാമമാണ്. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മറ്റെല്ലാ നാമങ്ങളെയും ബന്ധിക്കുന്നു. മറ്റെല്ലാ നാമങ്ങളെ ബന്ധിക്കുന്നു. മറ്റെല്ലാ ശക്തികളെ ബന്ധിക്കുന്നു. മറ്റെല്ലാ അധികാരങ്ങളെ ബന്ധിക്കുന്നു. അധികാരികളെ ബന്ധിക്കുന്നു. ആധിപത്യങ്ങളെ ബന്ധിക്കുന്നു. പ്രഭുത്വങ്ങളെ ബന്ധിക്കുന്നു. ദേശത്തിൻ്റെ അധിപന്മാരെ ബന്ധിക്കുന്നു. സാത്താന്റെ കിങ്കരന്മാരെ ബന്ധിക്കുന്നു. അടിമോൾ കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. I command every spirit of darkness to surrender the mighty name of Spirit in Jesus. കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. തന്നെ സ്തുതിക്കാം. കൈവിട്ട് തന്നെ സ്തുതിക്കട്ടെ സ്വതന്ത്രമായിട്ട്. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. നിങ്ങളോട് ഞാൻ പറയും, 37 വർഷമായിട്ട് കർത്താവിൻ്റെ അഭിഷേകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ അതൊരിക്കലും എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ ജീവിതമല്ല. നിങ്ങൾക്ക് ചിന്തിക്കുന്ന അപ്പുറത്ത് വലിയ തീയുടെ, കണ്ണുനീരിൻ്റെ, നിലവിളിയുടെ, വലിയ വേദനയുടെ, ദുരിതമല്ല, വലിയ വേദനയുടെ ഒരു വഴിയിലൂടെ കടന്നു പോയത്. പക്ഷെ അവിടെയെല്ലാം കർത്താവിൻ്റെ അത്ഭുതകരം കൂടെ നിന്നു, താങ്ങി, സംരക്ഷിച്ചു, പരിപാലിച്ചു, ഉറപ്പിച്ചു നിർത്തി. അതുകൊണ്ട് ഈ 37 വർഷം ഞാനിവിടെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എന്താ ബ്രദർ അങ്ങനെ പറയുന്നത്? ഇത്രയും വലിയ അഭിഷേകങ്ങളുടെ ബന്ധ പ്രശ്നങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഈ ലോകം അന്ധകാരത്തിലായിരുന്നു. ഈ ലോകത്തിൽ നിന്നിരുന്ന ആദ്യത്തിൻ്റെ പാപം വഴി യേശുവിൻ്റെ കാലം വരെയും ലോകത്തെ മുഴുവൻ ഭരിച്ചിരുന്ന പിശാചിൻ്റെ ഭരണമായിരുന്നു, അന്ധകാരത്തിൻ്റെ ഭരണമായിരുന്നു ലോകത്തിലുണ്ടായിരുന്നു.
ആ ഇരുട്ടിലേക്കാണ് യേശു വെളിച്ചമായിട്ട് കടന്നു വന്ന് പറഞ്ഞ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ യേശു അത്ര എതിർക്കപ്പെട്ടു. യേശു എന്ത് കുറ്റം ചെയ്തിട്ടാണ് വാസ്തവത്തിൽ എതിർക്കപ്പെട്ടത്? 2 കുറ്റങ്ങളാണ് യഹൂദന്മാർക്ക് പറയാനുള്ളത്. ഒന്ന്, യേശു ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു. 2, സാബത്ത് ദിനത്തിൽ അവിടെ രോഗശാന്തികൾ കൊടുത്തു. ഈ 2 കുറ്റങ്ങളാണ് അവർക്ക് യേശു ചുമത്തിയിട്ടുള്ളത്. 2 മാത്രം. ഇവിടെവരെ കർത്താവ് എല്ലാം സഹിക്കണമായിരുന്നു. ഇവിടെ സഹിക്കണമായിരുന്നു. നമ്മൾ അതേക്കുറിച്ച് വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ 1 സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. 10 മുതൽ 15 വായിക്കുന്നുണ്ട്. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ഹല്ലേലൂയ. യേശുക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, യേശു വചനമായി യേശുവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിൽ യേശു ലോകത്തിലായിരുന്നു, പക്ഷെ ലോകം യേശുവിനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുക്കലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. സ്വന്തം ജനമായ യഹൂദരിലേക്ക് യേശു ഇറങ്ങി വന്നു, പക്ഷെ അവരവനെ സ്വീകരിച്ചില്ല. ഇത് മാത്രമല്ല, അവരവനെ തിരസ്കരിച്ച് ക്രൂശിലേറ്റി വധിക്കുകയാണ് ചെയ്തത്. അടുത്ത വചനം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. എന്നിട്ട് പറയാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ബോധപൂർവ്വം പറയണം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഹല്ലേലൂയ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തന്നെ സ്വീകരിച്ചവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക്, ആരേശുവിനെ സ്വീകരിച്ചുവോ, ആരേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുവോ, അവർക്കാണ് എന്ത് ലഭിച്ചത്? ദൈവമക്കളാകാനുള്ള കൃപ ലഭിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. യേശു വന്ന് 2000 വർഷം കഴിഞ്ഞു. ഈ 2000 വർഷത്തിന് ശേഷം ഒരു അഭിഷേകത്തെ ദൈവം സ്വർഗത്തിൽ നിന്നും അയച്ചു. സ്പിരിറ്റിന്റെ നാമത്തിൽ ആ സ്വീകരിക്കുന്ന വിളി എനിക്ക് ലഭിച്ചു. അതിനിടെ പലപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥന നിമിഷങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണുമുമ്പിൽ ഇങ്ങനെ എഴുതി കാണിക്കും, അക്ഷരങ്ങൾ വരികയാണ്, സ്പിരിറ്റ് ഇൻ ജീസസ്. ഇത് 2-3 ദിവസങ്ങൾ ആവർത്തിക്കപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താണ് ഇതിൻ്റെ അർത്ഥം? എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു ബുക്കിൽ അത് എഴുതി, ആ പേര് എഴുതി വെച്ചു, സ്പിരിറ്റ് ഇൻ ജീസസ്. അനേകം വർഷം കൊണ്ട് 20 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി കിട്ടുന്നത്. എന്താണ് സ്പിരിറ്റ് ഇൻ ജീസസ്? യേശുവിൽ വസിച്ച അഭിഷേകമാണ്. യേശുവിനെ നയിച്ച അഭിഷേകം. 3 വർഷക്കാലം യേശു അത്ഭുതങ്ങളും അടയാളം പ്രവർത്തിച്ചത്, യേശു കുരിശിൽ മരിച്ചത്, യേശു ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, മരിച്ചതിൽ നിന്നും യേശു ഉയർത്തെഴുന്നേറ്റതെല്ലാം ഈ അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ. ആ അഭിഷേകത്തെയാണ് ദൈവം അവസാന നാളിൽ ലോകത്തിലേക്ക് അയച്ചത്. യേശുവിൻ്റെ 2ാം വരവിന് മുൻപ് സകല മനുഷ്യരെയും മനസ്സാന്തരപ്പെടുത്തണം, എല്ലാവരെയും വീണ്ടെടുക്കപ്പെടണം. കർത്താവ് തുറന്നു വെച്ച നരകം, അവിടെ കുരിശിൽ മരിച്ച് നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, സുവിശേഷം പ്രസംഗിച്ചു. ആ തുറക്കപ്പെട്ട നരകം മനുഷ്യനെ അടച്ചു. അത് വീണ്ടും തുറക്കാനുള്ള അധികാരമായി, താക്കോലുമായി അഭിഷേകം വന്നു, സ്പിരിറ്റ് അഭിഷേകം വന്നു. അടയ്ക്കപ്പെട്ട നരകത്തെ തുറന്നു. 997 മുതൽ മരിച്ചവരോടുള്ള സുവിശേഷ പ്രഘോഷണം ആരംഭിച്ച നാൾ മുതൽ ആ നരകം തുറക്കപ്പെട്ട് ഇന്ന് അനേകം കോടിക്കണക്കിന് ആത്മാക്കൾ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഹല്ലേലൂയ. യേശു തുടങ്ങി വെച്ച ദൗത്യം ആത്മാക്കൾ രക്ഷ, അത് യേശുവിൻ്റെ 2ാം വരവിന് മുമ്പ് അത് മുഴുവൻ പൂർത്തീകരിക്കപ്പെടണം. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത കോടിക്കണക്കിന് ആത്മാക്കളുണ്ട്. മനുഷ്യ വിഭവത്തും വേർപെട്ടു പോയവരുണ്ട്, കോടിക്കണക്കാണ്. അവർ യേശുവിനെ അറിയണം, അവർ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് 997 കർത്താവ് പറഞ്ഞു, നീ പ്രസംഗിക്ക്, അത് മരിച്ചവർ കേൾക്കും, ആത്മാക്കൾ കേൾക്കും. അങ്ങനെ കർത്താവിൽ കിട്ടിയ ഒരു കൽപ്പനയായിരുന്നു മരിച്ചോട് വചനം പ്രസംഗിക്കുക എന്നുള്ളത്. അത് 97 ആരംഭിച്ചത്. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് ലോകത്തിൻ്റെ നാനായിടങ്ങളിൽ. ഇവിടെ ബഹുമാനപ്പെട്ട രാജു ബ്രദർ വസ്തുവിൽ ഇവിടെ ഏറ്റവും പറഞ്ഞ കുറേയേറെ ഞാൻ എപ്പോഴാണ് ചിന്തിക്കുകയാണ്. ദൈവം അഭിഷേകത്തിൻ്റെ വീര്യ പ്രവൃത്തി എത്രയോ മനോഹരമാണ്. എത്രയോ അദ്ദേഹം പറഞ്ഞ എല്ലാം ഇന്ത്യക്ക് പുറത്ത് സംഭവിച്ച കാര്യങ്ങൾ. ഇവിടെ ഞാൻ കണ്ടു വിശുദ്ധനായ ഞാൻ പറയാണ്, വിശുദ്ധൻ ലിയോ 14 മാർപ്പാപ്പയുടെ ഫോട്ടോ വെച്ച് ഇവിടെ നമ്മൾ കണ്ടത്
വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിലും സ്വീഡിഷിൻ്റെ അഭിഷേകത്തിൻ്റെ കരങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതാ നിൻ്റെ അമ്മയിൽ എഴുതിയിട്ടുള്ളതാണ്, എങ്കിൽ പോലും നീറ്റ് പറയുകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പായിലൂടെ വന്ന കുറേയേറെ തെറ്റുകൾ, അത് അനേകം മനസാക്ഷിയെ നെടുക്കിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൈശാചികമായ ശക്തികൾ സഭയ്ക്കുള്ളിൽ കടക്കാൻ കാരണമായിട്ടുണ്ട്. അതാരെന്തു പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പോപ്പ് വരുമ്പോൾ ദൈവത്തിന് സ്വീകാര്യനായ പരിശുദ്ധ മറിയത്തിന് സ്വീകാര്യൻ ഒരുവൻ ഉണ്ടാകണം. അതെൻ്റെ എന്നിൽ വസിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകത്തിന് വലിയൊരു പ്രാർത്ഥനയും നിലവിളിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോപ്പിന് തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഞാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. ഒത്തിരിയേറെ പ്രാർത്ഥന നടത്തി, ബന്ധന പ്രാർത്ഥന നടത്തി, പരസ്യമായിട്ടും രഹസ്യമായിട്ടും. പുതിയ പോപ്പിന് തിരഞ്ഞെടുപ്പിനുള്ള 1-ാം ദിവസം കഴിഞ്ഞു, ആരും എടുക്കപ്പെട്ടില്ല. 2-ാം ദിവസം അവസാനിക്കുന്ന രാത്രിയാവുന്നു, 8 മണി സമയം. ഞാൻ ഫോണെടുത്ത് നോക്കുന്നു, ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടുവോ? ഇപ്പോൾ അറിയുന്നത് എല്ലാം അന്നത്തെ ബാലറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അടുത്ത ഒരു വോട്ടിംഗ് കൂടി ഉണ്ട്. ആ വോട്ടിങ്ങിൽ അത് ഒരുവന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വരാൻ പോകുന്ന വേറൊരു സംവിധാനമാണ്. അവരിതെല്ലാം കർദിനാൾമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു സംവിധാനമാണ്. അപ്പോൾ ആ നിമിഷം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉണർത്തി പ്രാർത്ഥന നടത്താൻ പറഞ്ഞു. ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. വാട്സാപ്പിൽ 8-9 പേരുണ്ട്. അതിനകത്ത് മുമ്പിൽ നിൽക്കുന്നവരെ മാത്രം വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, പോപ്പിൻ്റെ അടുത്ത ലാസ്റ്റ് വോട്ടിങ് വരാൻ പോവുകയാണ്. ഈ വോട്ടിങ്ങിൽ പോപ്പിനെ തിരഞ്ഞെടുക്കപ്പെടണം, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞങ്ങളൊരു ജപമാല ചൊല്ലി സമർപ്പിച്ച് ബന്ധിച്ചെല്ലാം പ്രാർത്ഥിച്ചു. ഈ തിരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്തുന്ന അശുദ്ധാത്മാക്കളെയാണ് ബന്ധിച്ച് പ്രാർത്ഥിച്ചത്. സഭയിൽ ഇങ്ങനെ തന്നെ പറയാം, സഭയിൽ മരിച്ചുപോയി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അധികാരികളായ ആത്മാക്കൾ, നഷ്ടപ്പെട്ട ആത്മാക്കൾ പിശാചിനെ പിടികിടന്ന് അവരിവിടെ തടസ്സപ്പെടുന്നത് ഞാൻ കണ്ടു. ഈ പ്രാർത്ഥന സമയത്ത് ഇവരൊക്കെ ബന്ധിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു. 8 മണിക്ക് ആരംഭിച്ച പ്രാർത്ഥന 9 മണിക്ക് തീർന്നു. 9:15 കഴിഞ്ഞപ്പോഴേക്കും വാർത്ത വരുന്നു, പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തുവെന്ന്. ഹല്ലേലൂയ. വർഷത്തിൽ ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ, അഭിഷേകം ഇവിടെയൊക്കെ ഇടപെട്ടു എന്നുള്ളതാണ്. ഈ നാട്ടിൽ നിന്ന് പോയ ഒരു മകൾ, ഒരു അയർലൻഡിലുണ്ട് ഒരു സഹോദരി. അവർ ഒറ്റ വ്യക്തി, ആ ഒരു മകൾ അവിടെ ഉറച്ചു നിന്നതുകൊണ്ട് ആ രാജ്യത്തൊരു വലിയ കാര്യം ദൈവം ചെയ്തു. അയർലൻഡ് എന്ന് പറയുന്നത് സ്വർഗഭോഗത്തിൻ്റെ കേന്ദ്രമാണ്. ലോകത്തിൽ ആദ്യമായി സ്വർഗഭോഗ നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയ രാജ്യമാണ് അയർലൻഡ്. ഒരു കത്തോലിക്ക രാജ്യമാണ്. അത് 100% കത്തോലിക്കരെന്നാണ് അവിടുത്തെ കണക്ക്. ആ രാജ്യ പരിശുദ്ധ കന്യാമറി ആ രാജ്യത്തിൻ്റെ രാജ്ഞിയാണ് താനും. ആ രാജ്യത്തു നിന്നാണ് പിശാച് ഗവൺമെൻറ് നടത്തിയ ഒരു റഫറൻഡം, ഒരു ഹിതപരിശോധനയിൽ 62% ആളുകൾ വോട്ട് ചെയ്തു. അവർ രാജ്യത്ത് സ്വർഗഭോഗ നിയമം വേണം. അങ്ങനെ നിയമം രാജ്യത്ത് വന്നു. 10 വർഷം കഴിയുമ്പോഴാണ് സ്വീഡിഷസ് അയർലൻഡിൽ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും ഈ ഒരു കാര്യം പറഞ്ഞാൽ ചെല്ലുന്നത്, ഈ സ്വർഗഭോഗ നിയമത്തിനെതിരായി ഒരു ശുശ്രൂഷ നടത്തുകയാണ്. അവിടെ ഭയങ്കര എതിർപ്പുണ്ടായി. എതിർത്ത് ആരാണ്? അവിടുത്തുകാരല്ല, സിറോ മലബാറുകാർ എതിർത്തു. സിറോ മലബാർ പുരോഹിതന്മാരാണ് എതിർത്തത്. ഞാനവിടെ എനിക്ക് എതിരായിട്ട് ബുള്ളറ്റിൻ ഇറക്കി. ഹോമോസെക്ഷുവാലിറ്റി, സ്വർഗഭോഗം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സിവിൽ ലോയാണ്. അതിനെതിരെ പ്രസംഗിക്കാൻ വരുന്നതും അതിൽ ആരും പോകാൻ പാടില്ല. എനിക്ക് ലജ്ജ തോന്നി കേട്ടപ്പോൾ. ഞാനൊരു തിരിച്ചൊരു ഓഡിയോ ഇറക്കിയിട്ട് ഞാൻ അതിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടെ വരുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കാൽക്കീഴിൽ നിന്ന് സാത്താൻ കൊള്ളയടിച്ചു കൊണ്ടുപോയ കോടിക്കണക്ക് കത്തോലിക്കരുണ്ട്. അതൊരു അപമാനമാണ് സ്വർഗത്തിന്. അതുകൊണ്ട് ആ സാത്താൻ്റെ കരണത്തടിക്കാൻ വേണ്ടി ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഓഡിയോ ഇറക്കിയവിടെ. അതങ്ങനെ തന്നെ സംഭവിച്ചു. 1-ാമത്തെ ശുശ്രൂഷ നടത്തപ്പെട്ടു. വീണ്ടും കുറേ മാസം കഴിഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ ഫെബ്രുവരിയിൽ അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിനിൽ വീണ്ടും ഒരു ശുശ്രൂഷ ഒരുക്കപ്പെട്ടു. ഇതിനു വേണ്ടി തന്നെ ആ 2-ാമത്തെ ശുശ്രൂഷ നടത്തപ്പെട്ടു. അതും ഈ ആത്മാക്കളൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിച്ച ശുശ്രൂഷയായിരുന്നു. ആ ബന്ധന പ്രാർത്ഥന അത് കഴിഞ്ഞു, ആ ശുശ്രൂഷ കഴിഞ്ഞു. 8-ാം പൊക്കം അവിടെ വീണ്ടും ഒരു റഫറൻഡമാണ്, ഒരു ഹിതപരിശോധനയാണ്. ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. കുടുംബം എന്ന് പറയുന്നത് ആണും പെണ്ണും പെണ്ണുമാണ്. ദൈവത്തിൻ്റെ സംവിധാനം തകിടം മറിച്ചുകൊണ്ട് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. ആണും പെണ്ണും പെണ്ണുമാണ് കുടുംബം.
അപ്പോൾ അതിന് ജനങ്ങൾ അനുകൂലിച്ചെങ്കിൽ മാത്രമേ ഗവൺമെൻറ് പാസ്സാക്കാൻ പറ്റുകയുള്ളൂ. വോട്ടെടുപ്പ് നടന്നു. നമ്മുടെ ശുശ്രൂഷ നടത്തുമ്പോൾ 8-ാം പക്കമാണ് വോട്ടെടുപ്പ് നടന്നത്. ആ വോട്ടെടുപ്പിൽ 67% ആളുകൾ ഗവൺമെൻറ്റിൻ്റെ പ്രപ്പോസലിനെതിരായി വോട്ട് ചെയ്തു. അതിനെ പരാജയപ്പെടുത്തി കളഞ്ഞു. ഹല്ലേലൂയ. ഇതൊക്കെ എത്രയോ ശക്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് പ്രിയപ്പെട്ടവരെ. 10 വർഷം മുമ്പ് 62% ആൾക്കാർ അനുകൂലിച്ച് വോട്ട് ചെയ്ത് ഒരു നിയമരായത് കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും 10 വർഷം കൊണ്ട് അത് എത്രമാത്രം ശക്തമായിട്ട് അവിടെ വ്യാപിക്കേണ്ടതായിരുന്നു. പക്ഷെ അവിടെയല്ല സംഭവിച്ചത്. 62% പേര് വോട്ട് ചെയ്തത് 67% പേര് അതിനെതിരായിട്ട് വോട്ട് ചെയ്തു. അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെച്ച് പോകേണ്ടി വന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നോക്കണമേ, ഞാൻ പറഞ്ഞ അഭിഷേകത്തിൻ്റെ ആ വീര്യ പ്രവൃത്തി എത്ര ശക്തമാണ്. രാജ്യങ്ങളെ പിടിച്ച് കുലുകാൻ പോകുന്ന ശക്തമായ ഒരു അഭിഷേകമാണ് സ്പിരിച്വൽ അഭിഷേകം. ഹല്ലേലൂയ. ഇതിൽ ആരെല്ലാം ഇതിൽ പങ്കുകാരാണോ, ആരൊക്കെ ഇത് സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ബ്രദറെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്, ഞങ്ങൾക്ക് അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ഞങ്ങളെ ബാധിക്കുന്നല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞത്. അഭിഷേകം നമ്മൾ വിശ്വസിച്ചാൽ, നമ്മൾ സ്നേഹിച്ചാൽ, ഇത് സ്വീകരിച്ച ഓരോ വ്യക്തികളും അഭിഷേകത്തെ അത്രമാത്രം കരുതലോടെ അഭിഷേകത്തിൽ ജീവിച്ചാൽ നിന്റെ വ്യക്തിപരമായ ജീവിതം, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നിവിടെ നടത്തപ്പെടുന്ന ഈ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷ അത്ഭുതങ്ങളുടെ ഒരു ശുശ്രൂഷയാണ്. അത്ഭുതങ്ങളുടെ ജപമാല എന്ന് പറയുന്നത്, ജപമാല നമ്മൾ ഇവിടെ ചൊല്ലി ഒരു 150 മണി ജപമാല ചൊല്ലി, ഈ ജപമാല വഴി സംഭവിക്കുന്ന കാര്യം ഇതാണ്: ദൈവമാതാവിനെ നമ്മൾ ഇവിടെ ഇറക്കി കൊണ്ടുവന്നു. ഹല്ലേലൂയ. അത് നിങ്ങൾക്കറിയാമോ? അത് സ്പിരിച്വൽ ഓരോ ശുശ്രൂഷകളിലും എന്തുകൊണ്ടാണ് ഈ 150 മണി ജപം ഒരു നിയമമായിട്ട് ചൊല്ലുന്നത്? ഇന്നിവിടെ നടത്തപ്പെടുന്ന ഈ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷ ആദ്യമായിട്ട് നടത്തപ്പെട്ട എറണാകുളത്താണ്. അന്ന് ദേവാലയങ്ങളെല്ലാം അടച്ചു, ഒരു പള്ളികളും പ്രസംഗിക്കാനുള്ള വഴിയെല്ലാം മുടക്കി തെരുവിലേക്ക് ഇറങ്ങി. എറണാകുളത്ത് ഒരു ഏജ ഹോൾ എന്നൊരു ഓഡിറ്റോറിയത്തിലാണ് ആദ്യത്തെ ശുശ്രൂഷ നടത്തപ്പെട്ടത്. ഈ പേരിൽ ഇറങ്ങിയത് അത്ഭുതങ്ങളുടെ ജപമാല എന്ന പേര്. പ്രാർത്ഥിച്ച ദൈവമേ, കാരണം ഒരു ഇത്രമാത്രം പ്രശ്നങ്ങൾ നിൽക്കുന്നു, പുറത്ത് തെരുവിൽ പോയി ശുശ്രൂഷ നടത്തിയാൽ അതിൻ്റെ പ്രത്യേകത എന്ത്? അത് ചെറിയ കാര്യമല്ല. കാരണം ലോകത്തിലാരും, ഇന്ത്യയിലാരും, കേരളത്തിലാരും അങ്ങനെ ചെയ്യുന്നില്ല. എല്ലാ ശുശ്രൂഷകളും പള്ളികളിൽ മാത്രം. പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, ധൈര്യം, മുന്നോട്ട് പോകാനുള്ള ധൈര്യം കിട്ടിയത് കൊണ്ട് മുന്നോട്ട് ഇറങ്ങി ഈ ശുശ്രൂഷ ആരംഭിച്ചു. അത്ഭുതങ്ങളുടെ ജപമാല എല്ലാ ശുശ്രൂഷ ആരംഭത്തിൽ ഒരു 150 മണി ചൊല്ലും. എൻ്റെ ഉദ്ദേശം ഇതാണ്: ആ പ്രാർത്ഥനയിലൂടെ ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, കാനായിലെ വിവാഹവിരുന്നിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. 3-ാം ദിവസം ഗലീലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ യേശുവോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇവിടെയുള്ള ശ്രദ്ധയുടെ കാര്യം ഇതാണ്: ഗലീലയിലെ കാനായിൽ വിവാഹവിരുന്ന് നടക്കുകയാണ്. ഒരു സിനഗോഗിലാണ്, വീട്ടിലല്ല. അവരുടെ യഹൂദന്മാരുടെ പള്ളിയാണ് സിനഗോഗ്. അവിടെയാണ് വിരുന്ന് നടക്കുന്നത്. ഇന്നും ആ പള്ളിയോടെ ഉണ്ട്. അപ്പോൾ ഈ വിരുന്ന് നടക്കുന്ന സമയം ഇത് അവിടെ യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. എടുത്തു പറയും, യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ വചനം ആരംഭിച്ചിങ്ങനെയാണ്: 3-ാം ദിവസം ഗലീലി കാനായിൽ വിവാഹം. എന്താണ് ഈ 3-ാം ദിവസത്തിൻ്റെ പ്രത്യേകത? ആ 3-ാം ദിവസം എന്താണെന്ന് മനസ്സിലാക്കാൻ അതിന് മുമ്പിലത്തെ അധ്യായം, 1-ാമത്തെ അധ്യായം 29-ലെ വചനം ഇങ്ങനെ ആരംഭിക്കുകയാണ്: അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാവം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് 1-ാം ദിവസം ആരംഭിക്കുകയാണ്. ഈ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ 1-ാം ദിവസം ആരംഭിക്കുകയാണ്. അവിടെ യോഹന്നാൻ വിളിച്ചു പറയാണ്, ശാവാൻ വിളിച്ചു പറയാണ്, യേശുവിനെ കണ്ട വിളിച്ചു പറയും, ഇതാ ലോകത്തിൻ്റെ പാവം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇനി അടുത്ത വചനം, 35-ാമത്തെ വചനം:
അവിടെയും പറയുകയാണ്, അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് 2-ാം ദിവസമാണ്. ഈ 2ാമത് പറഞ്ഞ അടുത്ത ദിവസം എന്ന് പറഞ്ഞത്, അന്ന് യോഹന്നാൻ 2 ശിഷ്യന്മാർ യേശുവിനെ കണ്ടു യേശുവിനെ കൂടെ പോവുകയാണ്. 2-ാം ദിവസമായി. പിന്നെ നമ്മൾ വായിക്കുന്നു 43 വചനം, പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഇവിടെ പറയുന്നത് പിറ്റേ ദിവസം എന്നാണ്, 3-ാം ദിവസം. ഈ 3-ാം ദിവസം ഇവിടെ പറഞ്ഞിരിക്കുന്നു അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. അപ്പോൾ ഇതിന് ഉള്ളിലായി ഈ ഗലീലയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഏതാനും ശിഷ്യന്മാർ ഈശോയെ തിരഞ്ഞെടുത്തിരുന്നു. ശിഷ്യന്മാർ ഈശോ വരെ തിരഞ്ഞെടുത്തിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ വായിക്കുന്നത് 3-ാം ദിവസം കാനായിലെ വിവാഹത്തെ കുറിച്ച് വായിക്കുന്നത്. യോഹന്നാൻ 2 3-ാം ദിവസം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 3-ാം ദിവസം പറയുകയാണ് യേശു ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വീട്ടിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഈ 43 വചനം പറഞ്ഞു, പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. അത് 3-ാം ദിവസം യേശു ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. യേശു ഗലീലയിൽ വരുന്നു. ഈ വിരുന്നിന് ഈശോ ക്ഷണിക്കപ്പെടുന്നു. യേശു അവിടെ ചെല്ലുകയാണ്, ശിഷ്യന്മാരും കൂടെയുണ്ട്. ഇതവിടെ ഒരു വിരുന്ന് നടക്കുകയാണ്. ആ വിരുന്നിനിടയിൽ വീഞ്ഞ് തീർന്നുപോയി. യഹൂദന്മാരുടെ വിരുന്നിലെ മുഖ്യ വിഭവമാണ് വീഞ്ഞെന്ന് പറയുക. കാരണം അവരുടെ ദേശം ഇസ്രായേൽ എന്ന് പറയുക മുഴുവൻ മുന്തിരിത്തോപ്പുകളാണ്. മുന്തിരി കൃഷിക്കാരാണ് അവർ അനേകം ആളുകളും. അതുകൊണ്ട് തന്നെ അവരുടെ വിരുന്ന് വലിയ സ്ഥാനമുണ്ടായിരുന്നു, വീഞ്ഞ് സ്ഥാനമുണ്ടായിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയി. ഈ വീഞ്ഞ് തീർന്നു പോയ സമയത്ത് ആദ്യം സംഭവിക്കുന്നത് നമ്മൾ വായിക്കുന്നതാണ്, യേശുവിൻ്റെ അമ്മ ഓടി വന്ന് ഈശോയോട് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? അവർക്ക് വീഞ്ഞില്ല. ഉടനെ യേശുവിന് മറുപടി പറയാം, അവരെ വിളിക്കുകയാണ്, സ്ത്രീയെ എനിക്കും നിനക്ക് വേണ്ട, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണമേ. വാസ്തവത്തിൽ ഒരു 2 അഭിഷേകങ്ങളുടെ വലിയൊരു മഹത്വം നമ്മൾ കാണാൻ പോവുകയാണ്. യേശു വിളിക്കുകയാണ്, സ്ത്രീയെ എന്ന് വിളിച്ചു. തന്നോട് പറഞ്ഞ അമ്മയാണെന്ന് അറിയാം, പക്ഷെ ഉറക്കെ വിളിക്കുക, സ്ത്രീയെ എന്ന് വിളിക്കുകയാണ്. സ്ത്രീ എന്ന് വിളിച്ചപ്പോൾ വാസ്തവത്തിൽ മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് പോലെ അവിടെ യേശു തൻ്റെ അമ്മയെ നിഷേധിച്ചു. അങ്ങനെ ആയിരുന്നെങ്കിൽ പരിശുദ്ധ മാതാവ് വേദനിച്ച് അവിടുന്ന് പോകേണ്ടതായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. പക്ഷെ അമ്മ എന്താ ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന പരിചാരോട് പറഞ്ഞു, എന്തു പറഞ്ഞു? അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിൻ. അതൊരു കൽപ്പനയായിരുന്നു, അത് അധികാരത്തിന്റെ ശബ്ദമായിരുന്നു. വിലക്കാട് പറയാണ്, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. അപ്പോൾ യേശു അത് കേൾക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിൻ. അവൻ നിങ്ങളോട് പറയണം. ശ്രദ്ധിക്കണേ, അവൻ നിങ്ങളോട് പറയുമ്പോൾ അതുപോലെ ചെയ്യണം. ഇതാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് യേശു കേൾക്കുകയാണ്. യേശു മനസ്സിലായി. പെട്ടെന്ന് യേശു ഒരൊറ്റ വാക്ക് യേശുവിന്റെ അഭിഷേകത്തെ ഉണർത്തി. യേശു മനസ്സിലാക്കണം, താൻ പറയണം. താൻ പറയുമ്പോൾ അവർ പ്രവർത്തിക്കും. എന്താണ് പറയേണ്ടത്? ആ നിമിഷം പരിശുദ്ധാത്മാവ് യേശുവിന് കൊടുക്കുകയാണ്. അവിടെ യേശു കാണുകയാണ് 6 കൽഭരണികൾ, അതിൽ വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. പരിചാരകന്മാർ ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുന്നു. അത് വക്കോളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വീഞ്ഞായി രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ പിന്നെ വായിക്കുന്നതാണ്, യേശു പറഞ്ഞതുകൊണ്ട് കലവറക്കാരടുക്കൽ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞു. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, വീഞ്ഞായി മാറിയ വെള്ളം. അതിനങ്ങനെ പറഞ്ഞിരിക്കുന്നേ, വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അയാളെന്താ രുചിച്ചു നോക്കിയത്? വീഞ്ഞായിരുന്നില്ല, അത് വെള്ളമായിരുന്നു. കളറ് മാറാത്ത, ശ്രദ്ധിക്കണമേ, കളറ് മാറാത്ത വെറും വെള്ളം പോലെ ഇരുന്നു. പക്ഷെ ആ കലവറക്കാരൻ അത് എടുത്ത് രുചിച്ചു നോക്കുന്നവരുണ്ട്, വീഞ്ഞിനേക്കാളും വീര്യമുണ്ട് അതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ അവസാനത്തെ ഭാഗത്ത് കേട്ടതാണ്, യേശു ആദ്യം ചെയ്ത അത്ഭുതമാണത്. പരിശുദ്ധ അമ്മ യേശുവോട് പറയാനുള്ള കാരണം ഒരു വീഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. യേശു ഈ ഗലീലയിലേക്ക് വരുന്നതിന് മുമ്പ് 40 ദിവസം യേശു ആയിരുന്നത് മരുഭൂമിയിലായിരുന്നു. ജോർദാനിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാ അഭിഷേകം സ്വീകരിച്ച് ഇത് പരിശുദ്ധാത്മാ യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 ദിവസം മരുഭൂമിയിലെ പ്രാർത്ഥന, പിശാചുമായുള്ള പോരാട്ടം. യേശു ശക്തനും കരുത്തനുമായി മാറി. ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 പറയുന്നിരിക്കുന്നു, യേശു ആത്മാവിൽ നിറഞ്ഞവനായി മാറി. ലൂക്കാ സുവിശേഷം 4:14 പറയുന്നു, 40 ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശു ആത്മാവിൽ ശക്തി പ്രാപിച്ചു. യേശു ഗലീലയിലേക്ക് യേശു മടങ്ങി.
ആ ഗലീലയിലേക്ക് മടങ്ങി വരുന്ന വഴിയിലാണ് ഈ ശിഷ്യന്മാരെ കാണുന്നതും. ഇതാ ഗലീലയിൽ 3-ാം ദിവസം വിവാഹ വിരുന്ന്. യേശു ആത്മാവിൽ ശക്തിയിലൂടെ വന്നിരിക്കുകയാണ്. ഇതറിയുന്ന സ്വർഗ്ഗസ്ഥനായ ദൈവം യേശുവിനുള്ള അഭിഷേകത്തെ ഉണർത്തുവാൻ വേണ്ടി പരിശുദ്ധ മറിയത്തെ നിയോഗിച്ചിരിക്കുകയാണ്.